ഇന്നലെ നമ്മൾ ആലപ്പുഴയുടെ അപകടവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്തിരുന്നു. സത്യത്തിൽ ആ വാർത്തയിൽ ദുരൂഹമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചതിൻ്റെ അർത്ഥം കണ്ടുകൊണ്ടിരുന്ന പല പ്രേക്ഷകർക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അപകടത്തിൽ ഒരാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ട് നേരെ ഹോസ്റ്റലിലേക്ക് എത്തിയത്? ഷെയ്ൻ എന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥ എന്താണ്? ഷെയ്ൻ എങ്ങനെ ഹോസ്റ്റലിലെത്തി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിന്നത്. മാത്രമല്ല, ശ്രീദീപ് എന്ന് പറയുന്നത് വത്സൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു അധ്യാപകനാണ്, ഭാര്യ ബിന്ദു ഏക മകനാണ്. അപ്പോൾ നമ്മൾ അതും വളരെ സങ്കടത്തോടു കൂടി ഇന്നലെ പറഞ്ഞു. നമ്മൾ പറയുന്നതൊന്നും കൃത്യമായി മനസ്സിലാക്കാത്ത കുറേ ആളുകളാണ് ഇത്തരം കമൻറ്റുകൾ ഇടുന്നത്. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം കമൻറ്റ് ഇടുന്നവർക്ക് എന്താണ് അവരുടെ മാനസിക നില തന്നെ ശരിയാണോ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. എന്തായാലും ആലപ്പുഴ അപകടത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരേ ചോദ്യം എങ്ങനെ ഷെയ്ൻ എത്തി എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഇന്നലെ നമ്മൾ ചെയ്ത വാർത്തയുടെ താഴെ വന്ന ഒരു കമൻറ്റാണ് സത്യത്തിൽ എന്നെ ഏറെ വേദനിപ്പിച്ചത്. ഇങ്ങനെയും കമൻ്റ് ഇടാനൊക്കെ ആളുകൾക്ക് കഴിയും. അതും കൂടെ വായിച്ച് നമുക്ക് പോകാം. @ബാബുരാജ് 3985 എന്നൊരു ഐഡിയിൽ നിന്നാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. ഒറ്റ മകൻ എന്ന് പറയണ്ട, 10 എണ്ണം പെറ്റിട്ട് 1 ബാക്കിയായതല്ലോ. സൗകര്യത്തിന് വേണ്ടി പെറാതിരുന്നതല്ലേ. ഒരു കുഞ്ഞിന് വേണ്ടി ദാഹിക്കുന്ന ദമ്പതികൾ എത്ര എണ്ണമുണ്ട്. ഇപ്പോൾ പെറ്റവളും ഗർഭധാരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവളും തമ്മിൽ എന്ത് ഭേദം? ഇങ്ങനെയാണ് കമൻറ്റ് ചോദിക്കുന്നത്. സത്യത്തിൽ എന്താണ് ദുരൂഹത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലെ ഉദ്ദേശിച്ചത്? യഥാർത്ഥത്തിൽ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാത്ത ആളുകൾ തന്നെയാണ് തമ്പും നമ്മുടെ ഒരു തുടക്കവും മാത്രം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം ആ വീഡിയോയെ കണ്ട് സ്വയം ഒരു നിഗമനത്തിലെത്തി കമൻ്റ് ഇട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ദുരൂഹത എന്നൊരു വാക്ക് ഉപയോഗിച്ചു എന്നത് സത്യമാണ്. പല മീഡിയകളും പല മാധ്യമങ്ങളും ഇന്നലെ ട്വിസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് പിന്നെ ഇതിൽ സംഭവിച്ചത് എന്ത്, ഇതിൽ ദുരൂഹതയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല തരത്തിലുള്ള പിന്നെ വാർത്തകൾ തംബ്നെയിലിൽ വെച്ച് കൊടുത്തിരുന്നു. അതൊരു വാർത്ത വരുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കും. സാധാരണയായിട്ട് ഈ പറയുന്ന വിദ്യാർത്ഥി ഹോസ്റ്റലിൽ ആണ് പിന്നീട് കാണുന്നത്. അങ്ങനെയാകുമ്പോൾ സമയത്ത് പല മാധ്യമങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെ വിശകലനം ചെയ്യാൻ വേണ്ടിയാണ് ആ ദുരൂഹത എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത്. എന്നിട്ട് വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്, ഈ ദുരൂഹത എന്ന് പറയുന്ന വാക്ക് അങ്ങനെ തന്നെ അവിടെ മാറ്റി വെച്ചുകൊണ്ട്, അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, മാറ്റി വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, അവിടെ ആ വിദ്യാർത്ഥിക്ക് സംഭവിച്ചത് ഇത്രയും വലിയൊരു അപകടം നടക്കുമ്പോൾ അത്രയും തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഒരു വലിയ വണ്ടി വന്ന് ഇടിച്ച് ആ വണ്ടി ആകെ പൊളിഞ്ഞു പോവുകയാണ്, മുറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ അതിനുള്ളിൽ പെട്ട് ശ്വാസം കിട്ടാതെ പടയുന്ന ആളുകളുണ്ട്, വലിയ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആളുകളുണ്ട്. ഇതിൽ നിന്ന്, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിദ്യാർത്ഥി അതിൻ്റെ ഒരു ആളുകളെ വിളിച്ചു കൂട്ടുന്നു, ആളുകൾ വരുന്നു, ഒപ്പം പിന്നിൽ വന്ന ബൈക്കിൽ വന്ന സുഹൃത്തും ആ സുഹൃത്തിൻ്റെ പുറകിലുണ്ടായിരുന്നവരും കൂടെ വരുന്നു. എന്നിട്ട് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്തും ഈ വിദ്യാർത്ഥിക്ക് ആശുപത്രിയിലേക്ക് പോകാനാവാതെ മരവിച്ച് നിന്ന് പോയൊരു മനസ്സ്, ആ ഇടിയുടെ ആഘാതവും താൻ ജീവനോടെ തന്നെ ഉണ്ടോ എന്നൊരു സംശയം നോർമലായിട്ട് വരുമല്ലോ. പിന്നെ തന്റെ സുഹൃത്തുക്കൾ ചോരയിൽ ആലോചിക്കാണ് ഷെയ്നിന്റെ മാനസിക അവസ്ഥ. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ആ സമയം തന്നെ ഒരുപക്ഷെ അപകടത്തിന്റെ ഇതുകൊണ്ടായിരിക്കില്ല, അറ്റാക്കൊക്കെ ഒന്നും കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ കൺമുന്നിൽ ചേതനയേറ്റ ശരീരവുമായി, പിന്നെ ശരീരം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ രക്തം കൊണ്ട് മൂടിക്കിടക്കുന്ന ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ്റെ മാനസിക നില തെറ്റിപ്പോയി. ഓടുകയാണ് അവൻ. തൊട്ട് കിട്ടിയ ഒരു വാഹനം പിടിക്കുന്നു, അതിലേക്ക് കയറുന്നു, നേരെ ഹോസ്റ്റലിലേക്ക് എത്തുന്നു, ഹോസ്റ്റൽ കയറുന്നു, മുറി അടയ്ക്കുന്നു, അവിടെ ഇരുന്ന് തേങ്ങി കരയുകയാണ് ഷെയ്ൻ. പിന്നീട് 11 പേർ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ എവിടെ പോയി, തെറിച്ചു പോയോ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വീണ് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നൊക്കെയുള്ള ഒരു വല്ലാത്തൊരു പരിഭ്രാന്തി കൂടെ വന്നപ്പോഴാണ് അവർ ഇത് അന്വേഷിച്ച് പിന്നീട് ഷെയ്ൻ ഹോസ്റ്റലുണ്ടെന്ന് കണ്ടെത്തി. ഷെയ്നിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഷെയ്നിൻ്റെ അവസ്ഥ എന്താണ്? തല കുമ്പിട്ടിരുന്ന് കരയുകയാണ്. പരിസരത്തെ കാര്യങ്ങളൊക്കെ അവൻ മറന്നുപോയിരിക്കുന്നു. ഇത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ വലിയ മാനസിക ആഘാതത്തിൽ പെട്ടിരിക്കുകയാണ് ഷെയ്ൻ. എങ്ങനെ ഷെയ്ൻ ഈ ഒരു മാനസികാവസ്ഥയിൽ ഹോസ്റ്റലിലെത്തി എന്നുള്ള അമ്പരപ്പിലാണ് കൂടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും എന്നാണ് പറയുന്നത്. അതായത് ആശുപത്രിയിലേക്ക് ഷെയ്നിനെ എത്തിച്ചപ്പോൾ പോലും ഡോക്ടർമാർ പറയുന്നത് മറ്റുള്ളവരുടെ ശാരീരിക പരിക്കുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ സാധിക്കും, പക്ഷേ ഷെയ്നിൻ്റെ മാനസിക പരിക്ക് മാറ്റിയെടുക്കാൻ കുറേ നാളുകൾ ചിലപ്പോൾ എടുക്കേണ്ടി വരുമെന്നാണ്.
ആ ഒരു കാര്യമാണ് ഇന്നലെ പാർത്ഥൻ കൃത്യമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. ആ മാനസിക ആഘാതം, ആ ദുരൂഹത അവിടെ നിൽക്കട്ടെ എന്ന് കൃത്യമായി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അല്ലാതെ ആലപ്പുഴ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു 6 പേർ അല്ലെങ്കിൽ 8 പേർ കയറേണ്ട ടവേര എന്ന കയറേണ്ട 7 പേർ കയറേണ്ട ടവേര എന്ന വാഹനത്തിൽ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ കൂടിയായ, മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ വിവരമില്ലാത്തവരല്ല, അവർക്ക് നല്ല വിവരമുള്ള കുട്ടികളാണ്. അപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ കൂടിയായ ഈ 11 പേർ കയറിയപ്പോൾ തന്നെ വാഹനത്തിൽ ഓവർലോഡായി. പിന്നെ അതിശക്തമായ മഴ, വാഹനത്തിൻ്റെ കാലപ്പഴക്കം, ഈ പുതിയ സംവിധാനങ്ങൾ, പുതിയ ഇലക്ട്രോണിക് ആൻറ്റി ബ്രേക്കിംഗ് സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നമ്മളാ അതിനൊരു പേരൊക്കെ പറയുമല്ലോ, ആൻറ്റി ഇലക്ട്രോണിക് സംവിധാനം, അതായത് ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ നിൽക്കുന്ന അത്തരം സംവിധാനങ്ങളൊന്നും ആ വാഹനത്തിലില്ല. ആ വാഹനത്തിന് കാലപ്പഴക്കമുണ്ട്. അത് ഓടിച്ചിരുന്ന ഡ്രൈവർ ഗൗരി ശങ്കർ എന്ന് പറയുന്ന കുട്ടിക്ക് 5 മാസത്തെ ലൈസൻസ് കിട്ടിയിട്ട് 5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവനെ കൂടി പ്രതി ചേർക്കണമെന്ന് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ്. വണ്ടി ഓടിച്ച ആളെ കൂടി പ്രതി ചേർക്കണമെന്നുള്ളത്. കാരണം KSRTC ഡ്രൈവറെ പ്രതി ചേർത്ത് FIR ഇട്ടു. അപ്പോൾ അതിൽ കൃത്യമായി പരിശോധന വേണം. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടതെന്ന് പറയുന്നു. ഒരു തെറ്റും ചെയ്യാത്ത KSRTC ഡ്രൈവർ എങ്ങനെയാണ് ഇതിൽ പ്രതിയായത്? കാരണം ഇത് തെന്നി മാറി, ഇതൊരു അതായത് ഇത് ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറയുന്ന ഈ ടയറുകൾ തെന്നി മാറുന്ന എന്താ പറയുക, ഒരു പ്രതിഭാസം. ആ പ്രതിഭാസമാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ഈ മരണകാരണത്തിനും ദുരന്തത്തിനും കാരണമായതെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല പിന്നെ ഈ യാത്രക്കാർ അധികം നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ മഴ, കാലപ്പഴക്കം, ഇതൊക്കെയാണ് ഇതിന് കാരണമെന്ന് ആലപ്പുഴ RTO ദിലു റിപ്പോർട്ട് നൽകിയതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ വരുത്തി വച്ചതാണ് ഈ അപകടമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മഴ ശക്തമായി നിൽക്കുന്നു, 11 പേർ വാഹനത്തിൽ കയറുന്നു, വാഹനത്തിന്റെ കാലപ്പഴക്കം, വാഹനം ഓടിക്കുന്നതിലെ പരിചയക്കുറവ്, ഇതൊക്കെ കൃത്യമായി അവിടെ നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ ആർക്കും ഒരു സംശയവുമില്ല. അപ്പോഴും ഷെയ്നിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണ്? ഷെയ്ൻ അനുഭവിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ട്, മാനസികമായ സമ്മർദ്ദം, എങ്ങനെയാണ് അവൻ ഹോസ്റ്റലിൽ എത്തിയത് എന്നുള്ള ഒരു ചോദ്യം, അതാണ് കൃത്യമായി നമ്മൾ ചോദിക്കുന്നത്. ഷെയ്ൻ എങ്ങനെ ഹോസ്റ്റൽ മുറിയിലെത്തി എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ ചോദ്യം. അതിനെയാണ് ഒരു വാക്ക് കേട്ടിട്ട് എന്തും പറയാമെന്ന് കുറേ കമന്റോളികൾ എവിടെയൊക്കെ ഇരുന്ന് ഇവർ വാർത്ത പറയുകയല്ലേ, ഇവരെ പിതൃശൂന്യൻ എന്നൊക്കെയാണ്, പിതൃശൂന്യർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. തിരിച്ചു വിളിക്കാൻ നമ്മുടെ സംസ്കാരം നമ്മൾ അനുവദിക്കാത്തത് കൊണ്ട് നമ്മൾ അത് വിളിക്കുന്നില്ല എന്നുള്ളത് പാർത്ഥന് പറയാം. കാരണം സൈബർ ആക്രമണം ഏറ്റെടുത്തതിൽ ഒരാൾ പാർത്ഥൻ കൂടിയാണ്. അല്ല, അവർക്ക് അങ്ങനെ ഒരു വാർത്ത കാണുമ്പോൾ ആളുകൾക്ക് കമന്റ് ഇട്ടോട്ടെ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ വാർത്ത വായിക്കുന്ന ആളുകളാണ്, അത് കാണുന്ന ആളുകൾക്ക് കമന്റ് ഇടാം. പക്ഷേ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവർ തെറിവിളിക്കുകയാണെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഒരു വാക്കിനെ മാത്രം ഉപയോഗപ്പെടുത്തി പിന്നീട് അങ്ങോട്ട് ഞാൻ എന്ത് പറഞ്ഞു എന്നത് കാണാതെ, ആ വാർത്തയുടെ മുഴുവൻ ഭാഗങ്ങളും കേൾക്കാതെ, ഈ കുട്ടിക്ക് ഇനി കൗൺസിലിങ്ങും കൃത്യമായ മെഡിക്കൽ സപ്പോർട്ടും, അതായത് ട്രീറ്റ്മെൻറ്റ് തന്നെ ഒരുപക്ഷെ ആ ആഘാതത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതോടൊപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ മാനസികാഘാതം എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ തമാശയായിരിക്കാം, പക്ഷേ ഒരു കനൽ ഉള്ളു നീറിക്കൊണ്ട് ഒരു കനലിൽ കൂടി ചവിട്ടി നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു മരവിച്ച അവസ്ഥയുണ്ട്. അതിൽ നിന്ന് പുറത്തു വരാൻ ഒരുപക്ഷെ വലിയ, നമുക്കറിയാലോ, ഒരു ചെറിയ മാനസികാഘാതത്തിൽ നിന്നാണ് ഒരു ജീവിതകാലം മുഴുവൻ ഒരാൾ മെൻ്റൽ അല്ലെങ്കിൽ മാനസിക രോഗിയൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. ഒരു ഷോക്കിൽ നിന്നാണ്. അതിന് ആ ശരീരത്തിൽ സംഭവിച്ച ആ ഒരു കെമിക്കൽ ബാലൻസിനെ പിന്നീട് ശരീരത്തിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥ, അത് ഭീകരമാണത്. അതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത്. ആ സംസാരത്തെ പോലും കൃത്യമായി എടുക്കാതെ, എന്താണ് ഇവിടെ ദുരൂഹത എന്ന് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ താഴെ വന്നിട്ട് ഇതൊരു മെൻ്റൽ ഷോക്കാണ്, ആ കുട്ടിയെ ഇനിയും ഉപദ്രവിക്കരുത്, ആ കുട്ടിയെ ഇനിയും ഇങ്ങനെ പറയരുത് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ആ കുട്ടി തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ കുട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞത് ഈ കുട്ടി ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ ഈ കറക്റ്റായിട്ട് ഹോസ്റ്റലിൽ എത്തിയല്ലോ, അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ആ ഹോസ്റ്റലിൽ എത്തിയ ശേഷം മുറി അടച്ച് ഇരുന്ന് കരയുന്ന ഒരു വല്ലാത്തൊരു വിഭ്രാന്തിയിലായി പോയൊരു മനുഷ്യനെ, ആ വാഹനത്തിൽ കയറിയപ്പോൾ മാനസിക വിഭ്രാന്തി തോന്നി, അവന് മറ്റെന്തെങ്കിലും ചെയ്യാൻ തോന്നി, സുരക്ഷിതമായി ഹോസ്റ്റലിലെത്തിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. അതാണ് കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞത്. അത് മനസ്സിലാക്കാതെയാണ് ഈ ആളുകൾ മുഴുവനായിട്ട് നമുക്ക് എതിരെ പറഞ്ഞത്. ഒരു കാര്യം കൂടി പറയാം, ഈ പറഞ്ഞതുപോലെ ധന്യ പറഞ്ഞതുപോലെ എന്താണ് ഈ കമന്റ് ഇട്ടത്, അതായത് ആ സ്ത്രീ
പ്രസവിക്കാൻ ഒന്ന് മാത്രം പ്രസവിച്ചിട്ടല്ലേ എന്നൊക്കെ വന്ന് കമന്റ് ഇട്ട വേറെ ചില ആളുകൾ കൂടെ ഉണ്ട്. അവരോട് മറ്റുള്ളവരോട് പറയുന്ന ഭാഷയിലല്ല, അവരെന്നെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെങ്കിലും കാര്യം ഞാൻ അവരോട് തുറന്നു പറയുന്നു, ഇങ്ങനെയല്ല സംഭവിച്ചു എന്ന് പറയാൻ നമുക്ക് പറ്റും. പക്ഷേ ഇവിടെ ഈ കമന്റ് ഇട്ട ആളുകളോട്, ആ പ്രിയപ്പെട്ട പിന്നെ കുട്ടിയുടെ അമ്മയെ കുറിച്ച് ഇത്തരത്തിലൊരു കമന്റ് ഇട്ട എന്താണ് വൃത്തികെട്ടവനോട്, മഹാനാറിയായിട്ടുള്ള കമന്റുകളിയോട് ഒന്നും പറയാനില്ല. കാര്യം ഇങ്ങനത്തെ ആളുകൾ, അതെ അതെ അതെ, ഇങ്ങനത്തെ ആളുകളുള്ള കേരളമാണ്. എന്തൊക്കെയാണ് പറയുന്നത്? ഒരമ്മയ്ക്ക് വീണ്ടും പ്രസവിക്കാത്തത് കൊണ്ടല്ലേ, ഒരു എളുപ്പത്തിന് വേണ്ടി ഒന്ന് മാത്രം പ്രസവിച്ചിട്ടല്ലേ, ഇവനൊക്കെയാണ് മാനസിക രോഗികളെന്ന് കൃത്യമായി, ഇവനൊക്കെയാണ് യഥാർത്ഥത്തിൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ഇങ്ങനത്തെ ആളുകളൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടെ നമ്മളെല്ലാം മനസ്സിലാക്കണം. മാത്രമല്ല ഈ ഷാമിൽ ഖാൻ എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ വണ്ടിയിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. ആ വണ്ടി പിന്നെ വാടകയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നു. ഇത് മുമ്പും ഇദ്ദേഹത്തിനെതിരെ ഇത്തരം പഴകിയ വണ്ടികളൊക്കെ വാടകയ്ക്ക് കൊടുത്തതിന്റെ പേരിൽ കേസുണ്ട് എന്ന് RTO, ഞാനല്ല RTO തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇക്കാര്യങ്ങളിലെല്ലാം അന്വേഷണം വേണം. പിന്നെ ആ പാവപ്പെട്ട KSRTC ഡ്രൈവറുടെ നെഞ്ചത്ത് കേസ് എടുത്തിരിക്കുന്നു. എന്ത് കാര്യത്തിനാണ് എന്നുള്ളത് നമുക്ക് ഇതുവരെ ഒരു പിടിയുമില്ല. അതൊക്കെ നമ്മൾ പറയേണ്ടത് പോലെ തന്നെ പറയും. പക്ഷെ പറഞ്ഞ കാര്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ വിമർശിക്കരുത് എന്ന്. നിങ്ങൾ വിമർശിച്ചോളൂ, ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. പക്ഷെ ദുരൂഹത എന്ന വാക്ക് മാത്രം കണ്ടുകൊണ്ട് ക്രൂശിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. പക്ഷെ അതിന് മുഴുവൻ വീഡിയോയും കൂടി കണ്ടുകൊണ്ട് വിമർശിച്ചോളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തായാലും ഇത് ഇത്രയൊക്കെ സംഭവിച്ചു. ഷെയ്നിൻ്റെ മാനസികാവസ്ഥ പെട്ടെന്ന് തന്നെ ശരിയായി, അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. വേദന കുറേ നാൾ, ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാർ നഷ്ടപ്പെട്ട വേദന അവനെ പിന്തുടരുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും മാനസികമായ ഒരു ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ, ആഘാതത്തിൽ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് ഷെയ്ൻ പുറത്തു വരട്ടെ. തീർച്ചയായും.